ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരുത്തു പകരുന്നതായിരുന്നു ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 2025-2027 കാലയളവിലേക്കുള്ള ഇന്ത്യൻ മഹാസമുദ്ര നാവിക സിംബയോസിയത്തിന്റെ അധ്യക്ഷസ്ഥാനം തായ്ലൻഡിൽ നിന്ന് ഇന്ത്യ ഔദ്യോഗികമായി ഏറ്റെടുത്തു. വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ടവർക്കും സംരംഭകർക്കും നഷ്ടപരിഹാരം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഒമാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 105 റൺസ് വിജയലക്ഷ്യം. സൂപ്പർ 8 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ലിച്ചൻസ്റ്റൺ രാജകുമാരൻ പ്രിൻസ് അലോയസുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, സ്ലോവാക് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് പീറ്റർ പെലിഗ്രിൻ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാങ്കൂലം, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായികെ എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. AI, ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളുടെ സിഇഒമാരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ AI അടിസ്ഥാന സൌകര്യങ്ങൾക്കായി 250 ബില്യൺ കോടിയിലധികം നിക്ഷേപ പ്രതിബദ്ധത ലഭിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇതിനോടകം അന്തിമ കരാറിൽ ഒപ്പുവച്ചവരുടെ എണ്ണം 70 കവിഞ്ഞു. അതിനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരുത്തു പകരുന്നതായിരുന്നു ഉച്ചകോടിയെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയുടെ 5ാം ദിവസമായ ഇന്ന് GPAI ഉന്നതതല കൌൺസിൽ യോഗങ്ങളും ചേർന്നു. നിർമ്മിത ബുദ്ധിയിലെ ആഗോള സഹകരണ സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നത്. ഇന്ത്യ US പാക്സ് സിലിക്ക പ്രഖ്യാപനവും ഉച്ചകോടിയോടനുബന്ധിച്ച് ഒപ്പുവച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഗൂഗിൾ CEO സുന്ദർ പിച്ചൈയുമായി കൂടിക്കാഴ്ച നടത്തി. വിദ്യാഭ്യാസം, ആരോഗ്യം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആഗോളതലത്തിൽ നിർമ്മിത ബുദ്ധി വിദഗ്ധമായി ഉപയോഗിക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഇതിനായി ഗൂഗിളിന്റെ എല്ലാ സഹകരണവും ഉറപ്പു നൽകുന്നതായും സുന്ദർ പിച്ചൈ പറഞ്ഞു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി നിലനിർത്തുന്നതിൽ കയറ്റുമതി നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടം ഉൾപ്പെടെ 9 സ്വതന്ത്ര വ്യാപാര കരാറുകൾ വഴി ആഗോള GDPയുടെ വലിയ ശതമാനവുമായി ഇന്ത്യ വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. This week has set the stage for a very bright future for India. And coupled with our own effort in the Ministry of Commerce to open the doors for all of you, our industry, our exporters, our farmers, our fishermen, our MSMEs, to larger global markets, particularly in the developed world. Ultimately, if you go to see, 70% of global GDP and 2/3 of global trade is today open to India. 2025-2027 കാലയളവിലേക്കുള്ള ഇന്ത്യൻ മഹാസമുദ്ര നാവിക സിംബയോസിയത്തിന്റെ അധ്യക്ഷസ്ഥാനം തായ്ലൻഡിൽ നിന്ന് ഇന്ത്യ ഔദ്യോഗികമായി ഏറ്റെടുത്തു. ഇത് ഇന്ത്യൻ നാവികസേനയ്ക്കും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപരമായ ഇടപെടലിനും നിർണായകമാണ്. സമുദ്ര സഹകരണവും വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള കൂട്ടായ പ്രതികരണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് 25 അംഗരാജ്യങ്ങൾ ഉൾപ്പെടുന്ന IONS ഫോറം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമമാക്കാൻ പ്രവർത്തിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇതിനായി ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം അടുത്തയാഴ്ച അമേരിക്ക സന്ദർശിക്കും. വെനസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യയ്ക്ക് വാണിജ്യപരമായി ലാഭകരമാണെങ്കിൽ അത് പരിഗണിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ട കെട്ടിട ഉടമകൾക്കും സംരംഭകർക്കും ഉചിതമായ നഷ്ടപരിഹാരം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. പൂർണ്ണമായും നഷ്ടം സംഭവിച്ച കടകൾക്ക് 7 ലക്ഷം രൂപയും കട ഉടമയ്ക്ക് ഒന്നിൽ കൂടുതൽ കടമുറികൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അധികമുള്ള ഓരോ മുറിക്കും 2.5 ലക്ഷം രൂപ വീതവും നഷ്ടപരിഹാരം അനുവദിക്കും. സംരംഭകർക്ക് നഷ്ടത്തിന്റെ 50% നിശ്ചിത തുകയോ നഷ്ടപരിഹാരമായി നൽകും. സംസ്ഥാന IT നയം 2026 മന്ത്രിസഭായോഗം അംഗീകാരം നൽകി.
ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 വർഷം മുൻപ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയെന്ന പരാതിയിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായതായും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഗൈനക്കോളജി വിഭാഗത്തിലുണ്ടായിരുന്ന ഡോക്ടർ ഷാഹിദയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് മറ്റന്നാൾ. പരിപാടിയുടെ 131 പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇന്നുകൂടി അറിയിക്കാം. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നാളെ പൂർത്തിയാകുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും കൂടുതൽ ഊർജിതമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ അടുത്തയാഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കേരളത്തിലെത്തും. സംസ്ഥാനത്തെ വരണാധികാരികളുടെയും ഉപവരണാധികാരികളുടെയും ആദ്യഘട്ട പരിശീലനം ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നാളെ പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ 2,54,42,352 പേരാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്താകെ 30,471 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളാവും ഉണ്ടാകുക. 41 കേന്ദ്രങ്ങളിലായിരിക്കും വോട്ടെണ്ണൽ നടത്തുക. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും 10% ക്ഷാമബദ്ധ കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവായി. DA 25% നിന്നും 35% വർദ്ധിപ്പിച്ചത്. മാർച്ച് മാസത്തെ ശമ്പളത്തിനും ഏപ്രിൽ മാസത്തെ പെൻഷനുമൊപ്പം പുതുക്കിയ DA ലഭിക്കും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന കൽപ്പറ്റ ടൌൺഷിപ്പിലെ വീടുകളുടെ നറുക്കെടുപ്പ് മന്ത്രി OR കേളുവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് നടന്നു. ചൂരൽമല സ്വദേശി അഷറഫാണ് ആദ്യം നറുക്കെടുത്തത്. ആയുർവേദ ശാഖയെ അർബുദ ചികിത്സാ രംഗത്ത് എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കണ്ണൂരിൽ നടന്ന ശാസ്ത്ര സെമിനാർ ശ്രദ്ധേയമായി. അർബുദ ചികിത്സാ രംഗത്ത് ആയുർവേദത്തെ പ്രയോജനപ്പെടുത്തുന്നതിനായുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചതെന്ന് കല്യാട്ട് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ രാജ്മോഹൻ ആകാശവാണിയോട് പറഞ്ഞു. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആയുർവേദത്തെ ശാസ്ത്രീയമായി എങ്ങനെ അർബുദ ചികിത്സയിൽ പ്രയോജനപ്പെടുത്താമെന്നതാണ് പ്രധാനമായും സെമിനാർ ചർച്ച ചെയ്തത്. അർബുദ രോഗ ചികിത്സയോടൊപ്പം പാലിയേറ്റീവ് ഉൾപ്പെടെയുള്ള അനുബന്ധ ചികിത്സകൾക്ക് ആയുർവേദത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കണ്ണൂർ കല്യാട് ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്രാഥമിക റൌണ്ടിലെ അവസാന മത്സരത്തിൽ ഒമാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 105 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 16.2 ഓവറിൽ 104 റൺസിന് പുറത്തായി. ലോകകപ്പിലെ സൂപ്പർ 8 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ ന്യൂസിലൻഡിനെ നേരിടും. ഓൺലൈൻ മുഖേന മുൻഗണനാ റേഷൻ കാർഡിനായി അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി ഈ മാസം 24 വരെ ദീർഘിപ്പിച്ചതായി മന്ത്രി GR അനിൽ. കഴിഞ്ഞ മാസം 24 മുതൽ ഇന്നലെ വരെ 50,300 അപേക്ഷകൾ ലഭ്യമായിട്ടുണ്ട്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ എല്ലാ കുടുംബങ്ങളെയും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. കനോലി കനാലിലൂടെ യാത്രാ സൌകര്യവും ചരക്ക് ഗതാഗതവും ടൂറിസവും സാധ്യമാക്കി പാരീസ് മാതൃകയിൽ കോഴിക്കോട് കനാൽ സിറ്റി പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കനാലിന് കുറുകെ നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്വച്ഛ് സർവേക്ഷൺ ദേശീയ ശുചിത്വ സർവേ പ്രാരംഭ പരിശോധനകൾ കോഴിക്കോട്ട് ആരംഭിച്ചു. ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളെ തിരഞ്ഞെടുക്കുന്ന സർവേ നടപടികൾക്ക് മുന്നോടിയായ പ്രീ അസസ്മെന്റ് സർവേക്കാണ് തുടക്കമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരുത്തു പകരുന്നതായിരുന്നു ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 2025-2027 കാലയളവിലേക്കുള്ള ഇന്ത്യൻ മഹാസമുദ്ര നാവിക സിംബയോസത്തിന്റെ അധ്യക്ഷസ്ഥാനം തായ്ലൻഡിൽ നിന്നും ഇന്ത്യ ഔദ്യോഗികമായി ഏറ്റെടുത്തു. വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ടവർക്കും സംരംഭകർക്കും നഷ്ടപരിഹാരം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഒമാനെതിരെ ഓസ്ട്രേലിയയ്ക്ക് 105 റൺസ് വിജയലക്ഷ്യം. സൂപ്പർ 8 മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്. ആകാശവാണി.